ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. കുറഞ്ഞ ചേരുവ വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ പുഡിംഗ് ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. നമുക്കിനി പറഞ്ഞ സമയം കളയാനൊന്നുമില്ല കേട്ടോ, നമുക്ക് നേരെ വീഡിയോ തുടങ്ങിയാലോ. ഇതിനുവേണ്ടി ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, ഒരു അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കസ്റ്റേർഡ് പൗഡറാണ് വേണ്ടത്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ നമുക്ക് കുറച്ചാൽ മതി കേട്ടോ ഇതിന്. പിന്നെ നമ്മൾ മാങ്ങ എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല പഴുത്ത മാങ്ങ തന്നെ ആയിരിക്കണം കേട്ടോ ഇതിനെടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പഴം തന്നെയായിരുന്നു. അപ്പോൾ മാങ്ങ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കീറിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ അതേ മാങ്ങയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രൂപത്തിലൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എല്ലാ മാങ്ങാപ്പഴം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഇങ്ങനെ അരച്ചെടുത്താൽ മാത്രം മതി. മാങ്ങാപ്പഴം ഞാൻ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ നിന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ മാങ്ങാപ്പഴത്തിൻ്റെ പൾപ്പ് ഞാനൊരു കുഞ്ഞ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ, അതായത് വലിയ സ്പൂണാണ്, അതിൽ 3 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ വലിയ താമസമൊന്നുമില്ല, 1-2 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് ഇതിനൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അതേ കസ്റ്റേർഡ് പൗഡറും വെള്ളവും കൂടെ നന്നായിട്ടൊരു മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഏത് പാത്രമാണോ നമ്മൾ എടുക്കുന്നത് അതിലേക്ക് ഇതേ പാല്, ഞാൻ 1/2 ലിറ്ററോളം പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാല് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ. നമ്മളിപ്പോൾ ചൂട് കട്ടിയുള്ള പാത്രങ്ങളൊക്കെയാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ അതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടണമെന്നുണ്ടെങ്കിലും പിന്നെ അടിക്കൊന്നും പിടിക്കാതിരിക്കാനും ഒക്കെ അങ്ങനത്തെ പാത്രങ്ങൾ, ചൂട് കട്ടിയുള്ള പാത്രങ്ങളായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ചെങ്ങാണ്ട് ചെയ്യണതാണ്. അങ്ങനെ അതേ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാൽ അത്യാവശ്യം ചൂടായി വരുന്ന ഒരു സമയത്താണ് കേട്ടോ നമുക്കിതിൽ കസ്റ്റേർഡിൻ്റെ ഒരു മിക്സ് ഒഴിക്കേണ്ടത്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണൊക്കെ കോൺഫ്ലവർ നമുക്ക് ഈ ഒരു പാലിൽ തന്നെ കുറച്ച് ശകലം പാലെടുത്തുകൊണ്ട് അതിലൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കോൺഫ്ലവർ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. നമ്മളെ പുഡിങ്ങിന് ടേസ്റ്റ് കുറവൊന്നും വരില്ല കേട്ടോ. പക്ഷേ ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് തിക്കായി കിട്ടാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു നിർത്ത് തെറ്റൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ പാൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ കസ്റ്റേർഡിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഈ കസ്റ്റേർഡ് പൗഡറിൻ്റെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം കട്ടി കുറഞ്ഞ പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ കറണ്ട് പോയിട്ടോ, അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് പിന്നെ ഗ്യാസിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ ഈ രാത്രിയിലായിരുന്നു കേട്ടോ ഈ പുഡിങ് ചെയ്തെടുത്തത്. അങ്ങനെ നമ്മൾ രാത്രിയൊക്കെ പുഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് നേരം വെളുക്കുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ടിരിക്കും കേട്ടോ. തീ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. കാരണം ഞാൻ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ ചൂടിന് ഒട്ടും കട്ടിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും കേട്ടോ. ഇതായി ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങയുടെ ഒരു പൾപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നായിട്ട് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം കേട്ടോ ബാക്കി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം ഇതൊന്ന് യോജിപ്പിച്ച് മിക്സായിട്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കാവുള്ളൂ. നമുക്കിതുപോലുള്ള പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എപ്പോഴും നമുക്ക് നല്ലത് ഈ നോൺ സ്റ്റിക്കിൻ്റെ തവ പോലുള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ സ്റ്റീൽ പാത്രമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതിൽ 2 മിനിറ്റ് ഉണ്ടാക്കുന്നത് ഇതിൽ നമുക്കൊരു 6 മിനിറ്റ് വരെ നമുക്ക് കുക്കിംഗ് സമയം വരും കേട്ടോ. അത്രയുള്ള മാറ്റങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മാങ്ങയുടെ ഒരു പൾപ്പൊക്കെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ചെറിയൊരു കഷ്ണങ്ങൾ പോലെ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കുറുകിയും വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കൈ വിടാതെ ഇളക്കി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത പാലും കസ്റ്റേർഡ് പൗഡറും അതേപോലെ തന്നെ മാങ്ങയുടെ പൾപ്പും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ശരിക്കും തീ കുറച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇത് സെറ്റാവാനായിട്ട് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ശരിക്കും ഒന്ന് തിളച്ച് പറ്റിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ദേ നമ്മുടെ ഈ പുഡിങ് ഉണ്ടാക്കണ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ട് കുറേശ്ശെ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒഴിച്ചു വെക്കാൻ കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കുറുകി കിട്ടാനായിട്ട് ഈ കസ്റ്റേർഡ് പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ കോൺഫ്ലവറിൻ്റെ ഒരു മിക്സും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഇതായി കിട്ടിയേനെ. പിന്നെ അതേപോലെ തന്നെ ഞാനിതൊരു സ്റ്റീൽ പാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ തവ അതേപോലത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് കട്ടിയുള്ള പാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പെട്ടെന്ന് ഈസി ആയിട്ട് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഇത്രയും മതി. അത്യാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റാക്കാനായിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ പുഡിങ്ങൊക്കെ സെറ്റാക്കി എടുക്കാനായിട്ട് ഗ്ലാസ് ജാറോ പ്ലാസ്റ്റിക്കിൻ്റെ ജാറോ അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സ്റ്റീൽ പാത്രങ്ങളോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ചെറിയ സ്റ്റീൽ പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ കുറച്ച് ഓയിലോ ബട്ടറോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കണം. കാരണം നമുക്ക് കൊട്ടിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് സൈഡിൽ കൂടെ എല്ലായിടത്തിലും. ഞാൻ എടുത്തിരിക്കുന്ന 2 പാത്രത്തിൽ ഞാൻ ഓയിലൊന്ന് നല്ലപോലെ സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ നിറച്ചൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പാത്രത്തിലും ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അത് മക്കളപ്പം തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തണുത്ത് കിട്ടണം. തണുത്ത് കിട്ടിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിത് ഫ്രീസറിലിട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും കറണ്ട് ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം കറണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പുഡിങ് ചിലപ്പോൾ സെറ്റായി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചേട്ടോ. ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഫോണിൻ്റെ ഒരു ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോയൊക്കെ ഇത്രയും നമ്മൾ പിടിച്ചത്. നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് പകുതി വെച്ചിട്ട് കറണ്ട് പോയതാണ്. അപ്പോൾ ഇത്രയും നേരമായിട്ടും കറണ്ട് ഒന്നും വന്നില്ല കേട്ടോ. ഇനി എന്തായാലും അവിടെ ഇരുന്ന് ചൂടാറട്ടെ, നമുക്ക് കറണ്ട് വരുമോ എന്ന് നോക്കാം. ഇനി എങ്ങാനും കറണ്ട് വരുവാണെങ്കിൽ നമ്മുടെ ഭാഗ്യമെന്ന് വിചാരിക്കാം. അങ്ങനെ അതേ കുറേ സമയമൊക്കെ കഴിഞ്ഞു. സൈഡൊക്കെ അതേ ചെറുതായിട്ടൊക്കെ വിട്ട് വന്ന് തുടങ്ങി കേട്ടോ. ഈ ഒരു സമയമായപ്പോഴത്തേക്കും തണുത്തിട്ടുണ്ടായിരുന്നു, നല്ല പോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഒരു സമയത്ത് കറണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഈ 2 പാത്രം നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നമുക്കൊരു 8 മണിക്കൂറൊക്കെ ഇരിക്കണം ഫ്രീസറിൽ. അപ്പോഴാണ് കേട്ടോ ഈ ഒരു പുഡിങ് നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ.
അപ്പോൾ അതേ മക്കൾ സമാധാനക്കുറവ് കാരണം ഇടയ്ക്കൊക്കെ ഒന്ന് തോണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സെറ്റായോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ കറക്റ്റ് ഒരു 1 മണിക്കൂർ വരെ ഞങ്ങൾക്ക് കറണ്ട് ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാനത് എടുത്തു. കാരണം ഇനി അതവിടെ ഇരുന്ന് കഴിഞ്ഞാലും കട്ടായാവില്ലല്ലോ. അപ്പോൾ അത് അലുത്ത് പോകുമെന്ന് വിചാരിച്ചാണ് കേട്ടോ എടുത്തത്. നേരം വെളുക്കുന്ന അത്രയും നേരം ഞാൻ ഓവർനൈറ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് രാവിലെ എടുത്ത് നോക്കാം, അപ്പോഴത്തേക്കും കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ രാത്രി കറണ്ട് ഇല്ലാണ്ട് നമുക്ക് നമ്മളെ കഷ്ടപ്പെടുത്തുന്നൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ. ഏതായാലും മഴയൊക്കെ കാരണം കറണ്ട് പോയതാണ്. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞിട്ട് അപ്പോഴത്തെ 1 മണിക്കൂർ കറക്റ്റ് 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ സെറ്റാക്കി എടുത്തോളൂ കേട്ടോ. മറ്റേ പാത്രത്തിൽ എന്തോ തട്ടിയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് ചാടണില്ലായിരുന്നു കേട്ടോ. പിന്നെ തവിയൊക്കെ വെച്ചിട്ട് കുത്തിയെടുത്തു. പിന്നെ നമ്മളിതെല്ലാം വേവിച്ചെടുത്തേക്കണെയാണല്ലോ, അതുകൊണ്ട് തന്നെ കഴിക്കാനും നമുക്ക് ടേസ്റ്റ് കുറവോ ഒന്നുമില്ല കേട്ടോ. കുറച്ചും കൂടി ഒരു തിക്കായില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഓവർനൈറ്റ് വെച്ച് ഒരു 8 മണിക്കൂറൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റൊക്കെ ആയിട്ടിരിക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാകും, കഴിക്കാനും നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകും. ചെറിയൊരു മാറ്റങ്ങളേ ഉള്ളൂ കേട്ടോ. നമുക്ക് കട്ടയായില്ല എന്നുള്ള ഇച്ചിരിയും കൂടെ തിക്കായില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു 7-8 മണിക്കൂറെങ്കിലും നമുക്ക് സെറ്റ് ആവാനായിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റ് ഒരു തിക്നെസ് കിട്ടുകയുള്ളൂ കേട്ടോ. ഇതിപ്പോൾ കോരി എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പരന്ന് പോകണമൊന്നുമില്ല, എങ്കിലും നമുക്ക് തിക്നെസ് പോരാ. പക്ഷേ ടേസ്റ്റിനും ആ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു അത്രയ്ക്കും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേജിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോകൾ കാണാൻ പറ്റും. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അതിലോളൊന്ന് ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരിക. ലൈക്കെങ്കിലും തരാൻ നിങ്ങൾ മടിക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.